അസ്സലാമലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ നാസർമോനുമാണ്. ഒരുപാട് വിഷമത്തിലായിരുന്നു ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച. എൻ്റെ മോൻ ഹംദാന് 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. ഡിഗ്രിക്ക് പഠിക്കുന്ന മോനാണ്. അവൻ ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് ബൈക്കുമ്പോൾ വരുമ്പോൾ ഒരു കാറുകാരന് പെട്ടെന്ന് അദ്ദേഹം റൈറ്റ് സൈഡിക്ക് തിരിച്ച് അപകടം സംഭവിച്ചു. ആരും പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിക്കാനുള്ള വിധി ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി 12 മണിക്ക് ഞാൻ കോട്ടക്ക മിംസിലെത്തുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞൊരു വാക്കുണ്ട്, മാനുക്ക, ഏതോ ആ നല്ല മനുഷ്യരെ എത്ര നന്ദി പറയാൻ തീരില്ല. അവരാ സ്പോട്ടിൽ എത്തിച്ചെന്ന് ഒരു 5 മിനിറ്റ് വൈകിക്കണമെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. കാരണം പൾസും എല്ലാം പോയിന്ന്, രക്തം വാർന്നിരുന്ന്. പക്ഷെ അവരായ പെട്ടെന്ന് എത്തിച്ചത് കൊണ്ട് നമുക്ക് നിങ്ങളുടെ മോനെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഏതായാലും വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. പടച്ചമ്പുരാനോട് ഞാൻ ആകെ ദുആ ചെയ്ത്, റബ്ബേ എന്നെ കൊണ്ടുപോയിക്കോ, ഞാനിവിടെ ആവശ്യത്തിന് ജീവിച്ചു, എൻ്റെ മോൻ ജീവിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അതുമെല്ലാം അവൻ പാവപ്പെട്ടവരെ മുഴുവനും സഹായിക്കുന്ന ഒരു മനുഷ്യസ്നേഹം കൂടിയാണ്. അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരെന്നെ ഒക്കെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികളാണ്. അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുക, ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക, അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന നാട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു മോനാണ് എൻ്റെ ഹംദാൻ. അപ്പോൾ ഓനൊരു അപകടം പറ്റിയപ്പോൾ ഞാൻ തളർന്നു. പലതും ഞാൻ ചിന്തിച്ചു. എൻ്റെ കുട്ടീൻ്റെ കൂടെ എൻ്റെ കുട്ടീനെ അല്ല കൊണ്ടുപോകണേ ഞാനും പോകും, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോയിക്കല്ല, എൻ്റെ കുട്ടീനെ എനിക്ക് തിരിച്ച് ഈ നാട്ടിൽ ജീവിക്കാനും സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള വിഷമങ്ങൾ പടച്ചവനോട് കരഞ്ഞ് പറഞ്ഞപ്പോൾ പടച്ചവൻ അത് കേട്ടു. ഇപ്പോൾ ഒരുപാട് ആശ്വാസമായി. ഒരുപാട് മനുഷ്യർ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. ജാതിയും മതവും ഒക്കെ മറന്ന് പറഞ്ഞാൽ തീരില്ല നന്ദി അവരോടൊക്കെ. അപ്പോൾ അതേമാതിരി നമ്മളെ കോട്ടക്ക മിംസിലെ റിയാസ്, മിംസിലെ ഡോക്ടർമാർ, കോഴിക്കോട് മിംസിലെ ഡോക്ടർമാർ, മാനേജ്മെൻറ്റ്, മൂപ്പൻ സാറ്, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എൻ്റെ മോന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. ഒരുപാട്. അതുമാതിരി നമ്മളെ കോട്ടയത്തുള്ള അരമനയിലുള്ള അച്ഛന്, അദ്ദേഹം വെല്ലൂർക്ക് എൻ്റെ മോൻ്റെ റിസൾട്ട് കൊടുത്തേക്കുമ്പോൾ അവിടുത്തെ ഡോക്ടർ 3 മാസം കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ആ സ്പോട്ടിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിരുന്നു, നിങ്ങൾ ആരോടെങ്കിലും ആ റിസൾട്ടായിട്ട് പോകാൻ പറഞ്ഞതൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. അവിടെ താമസിക്കാനുള്ള സൗകര്യം, അവിടെ ചെന്ന് ഡോക്ടറെ കാണാനുള്ള സൗകര്യം ഒക്കെ കോട്ടയത്തുള്ള ബഹുമാനപ്പെട്ട അരമനയിലെ ആ അച്ഛന് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് അന്ന് വിളിച്ചിട്ട് നമുക്ക് വളരെ ആശ്വാസ വാക്കുകളും ഒരു ടെൻഷനും വേണ്ട, ഞങ്ങളൊക്കെ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഒരു പരിചയം പോലും ആ മഹാവ്യക്തിയോടില്ല, പക്ഷേ എവിടേക്കോ ഉള്ള ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. നമ്മൾ ജീവിതത്തിൽ ആർക്കെങ്കിലും ഉപകാരം ചെയ്യുമ്പോൾ, നമുക്ക് ഉപകാരം ചെയ്യാൻ, നമ്മൾ വേദനിക്കുമ്പോൾ വിഷമിക്കുമ്പോൾ നമുക്ക് തണലൊരുക്കാൻ ആയിരങ്ങൾ ഉണ്ടാവും എന്നുള്ള എൻ്റെ ജീവിതത്തിലെ ഈ ഒരു അപകടം പടച്ചമ്പുരാൻ കാണിച്ചു തന്നു. അതേമാതിരി നമ്മളെ ബഹുമാനപ്പെട്ട പാണക്കാട് മുനവറ തങ്ങൾ, റഷീദ് അലി തങ്ങൾ, അതേമാതിരി നമ്മളെ ബഹുമാനപ്പെട്ട കുറ്റൂരി അബ്ദുറഹ്മാൻ ജി മറക്കാൻ വയ്യ. അദ്ദേഹമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ AP അബൂക്കർ ഉസ്താദിനോടും അതേമാതിരി നമ്മളെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളോടും വിളിച്ചു പറഞ്ഞ് ആ മർക്കസിലും നമ്മുടെ ഖലീൽ തങ്ങളുടെ സ്ഥാപനത്തിലൊക്കെ പ്രാർത്ഥന. അതേമാതിരി തീരെ മറക്കാൻ കഴിയാത്തതാണ് അഡ്വക്കേറ്റ് ശ്രീപ്രകാശൻ സാറ്. എൻ്റെ ഒരു കൂടപ്പറപ്പായിട്ട് ഞാൻ തളർന്നു കണ്ടപ്പോൾ എന്തിനും താങ്ങായിട്ട് എന്നോട് പറയാണ്, പൈസ എത്ര വേണ്ട എൻ്റെ കുട്ടിക്ക്, അതിവിടെ ഉണ്ട്, ഞാൻ അവിടെ എത്തിച്ചു തരാം. പിന്നെ എൻ്റെ അമ്പലങ്ങളിലൊക്കെ ഞാൻ പോയിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ടെൻഷനും വേണ്ട, എല്ലാ കാര്യങ്ങൾക്കും ദൈവത്തിൻ്റെ കാവലുണ്ടാവും. അങ്ങനെ ദുബായിലുള്ളതാവട്ടെ നാട്ടിലുള്ളതാവട്ടെ എല്ലാ മനുഷ്യസ്നേഹങ്ങളും, നമ്മുടെ പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിലുള്ള അമ്മമാരെ കൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സോമരാജൻ സാറ് എല്ലാ അമ്മമാരോടും എൻ്റെ മാനുവിൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയാണ്, ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കണം, ഒരു വിഷമം എനിക്ക് ഉണ്ടാവരുത്. പിന്നെ എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മ എല്ലാ മഹലിലെ പള്ളിയിലും പ്രാർത്ഥിക്കാൻ ഓർഡറുണ്ട്. അതേമാതിരി നമ്മുടെ കൊല്ലത്തുള്ള മറക്കാൻ കഴിയില്ല കരുനാഗപ്പള്ളിയിലെ ഷാജാൻക, രാജധാനി ജ്വല്ലറിൻ്റെ ഷാജാൻക, എല്ലാ മേഖലയ്ക്കും വിളിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പിക്കണ്, ദുആ ചെയ്യിപ്പിക്കണ്. എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് ഷാജാൻക ഓരോ കുടുംബത്തിലും ഇടപെട്ടുകൊണ്ട് എൻ്റെ മാനുവിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. പടച്ചവനത് കേട്ടു, പടച്ചവനതെല്ലാം പരിഹാരം ഉണ്ടാക്കി തന്നു. കാരണം ഇപ്പോൾ മാക്സിമം അവൻ്റെ അസുഖങ്ങളൊക്കെ ഷിഫായി. ഇപ്പോൾ അവനെ വെന്റിലേറ്ററിൽ നിന്നും ICU നിന്നൊക്കെ മാറ്റി, ഇപ്പോൾ റൂമൊക്കെ മാറ്റി. അപ്പോൾ അതേമാതിരി ഓരോ മനുഷ്യനും പറയാൻ പറ്റട്ടെ. ഞങ്ങൾ ദുബായിലുള്ള കരീംക പരപ്പനങ്ങാടി, ഞങ്ങളെ സുൽഫി കൽപ്പഞ്ചേരി,
ഞങ്ങൾ അൻസാരി, അതേമാതിരി ഞങ്ങൾ സക്കാത്ത് ഫൗണ്ടേഷനിലെ പിന്നെ നിഷപ്പങ്ങളും ടീമും, പിന്നെ അതേമാതിരി ഞങ്ങളെ യൂസഫ് ക, അങ്ങനെ ഓരോ മനുഷ്യരും, അതേമാതിരി ഞങ്ങളെ കൊല്ലത്തുള്ള സിദ്ദീഖ ലിയോടെക് ചെയർമാൻ്റെ, അതേമാതിരി ദീപ മാഡം, ഞങ്ങളെ അഡ്വക്കേറ്റ് ദീപ മാഡം വിളിച്ചുകൊണ്ട് എന്താ മാനുക്കമാണ് ഞങ്ങളൊക്കെ ഒപ്പമുണ്ട്. ഡോക്ടർമാർക്ക് വിളിച്ചാൽ പല മേഖല, ഞങ്ങളെ ബഹുമാനപ്പെട്ട ഡോക്ടർ സുമൻ സാറ്, അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ഓരോ സമയത്തും മിംസിലുള്ള ഡോക്ടർമാർക്ക് വിളിച്ചുകൊണ്ട് ഓരോ വിവരം നമുക്ക് തരുന്നത്. അങ്ങനെ ഒരുപാട് മനുഷ്യർ, സ്നേഹമുള്ള മനുഷ്യർ നമുക്ക് നമ്മളൊരു വിഷമം വന്നപ്പോൾ ഒപ്പം ചേർത്ത് പിടിച്ചാൽ, ഞങ്ങളെ കൊടുമുടിയുള്ള ദാസേട്ടന് അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിൽ പോയി കണ്ട് വഴിപാട് നടത്തണ്. ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്തോ പ്രദർശനം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരി അത് ചെയ്യണ്. അങ്ങനെ എല്ലാ മതത്തിലും ഒരുപാട് ഫാദർമാർ വിളിച്ചുകൊണ്ട് മാനുസാബെ ഒരു ടെൻഷൻ വേണ്ട കേട്ടോ, നിങ്ങളെ കൂടെ ദൈവം ഉണ്ടാവും, നിങ്ങളെ കൂടെ ദൈവം ഉണ്ടാവും എന്നുള്ള വാക്ക് എന്നുള്ളൂ. ഞങ്ങളൊക്കെ സ്ഥാപനത്തിൽ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് എത്തിങ്ങാനി, ഇന്നിപ്പോൾ എൻ്റെ അനിയന് പിന്നെ പോയിട്ട് മണ്ണാർക്കാടുള്ള എത്തിങ്ങാനിയിൽ അദ്ദേഹം, അതേമാതിരി എൻ്റെ ഏട്ടന്മാരും അനിയന്മാരും എൻ്റെ പെങ്ങന്മാരും എൻ്റെ അനിയന്മാരെ മക്കളും ഏട്ടന്മാരെ മക്കളും പെങ്ങന്മാരെ മക്കളും എല്ലാവരും ആ അപകടം സംഭവിച്ച അന്ന് ദുബായിൽ നിന്ന് വന്നുകൊണ്ട് ഇന്ന് വരെ ഹോസ്പിറ്റലിൽ നിന്ന് പോലും പോരാതെ അവിടെ സജീവമായിട്ട് അവിടെ നിന്നുകൊണ്ട് ഡോക്ടർമാരെ കാണാനും അവിടെ വേണ്ടപ്പെട്ടവരെ കണ്ടിട്ടും എൻ്റെ അന്തുട്ടിൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കുടുംബം സജീവമായിക്കൊണ്ട് എൻ്റെ ഉമ്മ ദുബായിൽ നിന്നിട്ട് എൻ്റെ ഉമ്മക്കും ഫുള്ള് വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഉമ്മ പടച്ചവനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. കാരണം ഞങ്ങൾ ഉമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ ചോദ്യം ഉണ്ടായുള്ളൂ, ഇന്ന് ആരെ സഹായിച്ചു എന്നുള്ള, പാവങ്ങളെ സഹായിക്കുക എന്നുള്ള ഒറ്റ ഓർഡർ ഇടയിലുള്ള ഉമ്മ. ആ അമ്മാൻ്റെ ഒക്കെ മനസ്സുരുക്കിയുള്ള പ്രാർത്ഥന, ഒരുപാട് മനുഷ്യസ്നേഹികൾ മനസ്സുരുക്കി. നമ്മൾ ഒന്ന് ചിന്തിച്ചോളി, ദാനധർമ്മം നമുക്ക് ഒരിക്കലും നഷ്ടം വരില്ല. എവിടെ നമ്മൾ കുടുങ്ങുമ്പോൾ നമുക്ക് സഹായിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് സപ്പോർട്ട് ചെയ്യാനും ആയിരക്കണക്കിന് മനുഷ്യർ കൂടെ ഉണ്ടാവും എന്നുള്ളതിന് ഏറ്റവും അവരെ പ്രാർത്ഥന ഏത് മതമായാലും ആ ഒക്കെ പടച്ചമ്പരാൻ്റെ മുന്നിലേക്ക് എത്തുക, മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. അതേമാതിരി ഞങ്ങളെ കെ സി കുഞ്ഞിട്ടിക്ക മറക്കാൻ വയ്യ. കെ സി കുഞ്ഞിട്ടിക്കൻ്റെ കൂടപ്പറപ്പാണ് ഒപ്പം. അതേമാതിരി നമ്മളെ പ്രമോട്ടനൊന്നും അവിടുന്ന് ഈ ഹോസ്പിറ്റലിൽ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നില്ല, കാരണം അവർക്കൊക്കെ അത്ര ഇഷ്ടമാണ് അന്താനെ. പിന്നെ എൻ്റെ ഹമീദ് പറമ്പൽ എൻ്റെ കൂടപ്പറപ്പ പണ്ട് ഈ അന്ന് ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നില്ല. അവിടെ എൻ്റെ കുട്ടീൻ്റെ സംരക്ഷണത്തിനായിട്ട് അവിടെ നിന്നുകൊണ്ട് അവിടെ പ്രവർത്തിക്കണം. അങ്ങനെ നമ്മൾ കരീംക്ക കുറ്റിപ്പുറം, ഞങ്ങളെ ബ്ലോക്ക് മെമ്പർ മമ്മൂട്ടിയാക്ക, നമ്മളെ AC കുഞ്ഞാമൊക്കെ ഭയങ്കരമുള്ള ഒരുപാട് വട്ടം എൻ്റെ കൂടെ എന്തിനും സപ്പോർട്ട് ചെയ്ത് കണ്ട് ഞങ്ങളെ KK അദ്ദുപ്പാക്കിയും മുജീബ് വേങ്ങരയും ഫൈസൽ വേങ്ങരയും ഓല അവിടെ സജീവ എത്ര വട്ടം അറിയിക്കും. അയൽക്കണ്ടർ കുഞ്ഞുട്ടിയാക്ക, ഇവരൊക്കെ ഞങ്ങളോട് പറയാൻ കാരണം നമ്മളിത് ആരും അറിയിച്ചിട്ടല്ലായിരുന്നു. ഞാൻ ആകെ ഹോസ്പിറ്റലിൽ നിന്ന് പടച്ചവനോട് ചോദിച്ച ചോദ്യമുണ്ട്, പടച്ചവനെ എൻ്റെ കുട്ടിനെ തിരിച്ചു തന്നാളാ, എന്നെ കൊണ്ടുപോയിക്കൊള്ളാം, ഞാൻ റെഡിയാണ്, പോരാ, എൻ്റെ കുട്ടി ജീവിച്ചു തുടങ്ങിയിട്ടുള്ളൂ. അത് പടച്ചവൻ കേട്ടു. ഒരുപാട് നല്ല മനുഷ്യരെ പ്രാർത്ഥനയും എല്ലാം കൂടി ആയപ്പോൾ ഒരു ബുദ്ധിമുട്ടും പടച്ചവൻ വരുത്താതെ എൻ്റെ കുട്ടിക്ക് ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നത്. വിഷമങ്ങൾ ഞങ്ങളൊക്കെ എൻ്റെ അന്തുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കാരണം ഏതൊരു രക്ഷിതാക്കളും വലിയ വിഷമം മക്കള് അവർക്ക് എന്തേലും പറ്റുമ്പോഴാണ്. എന്നാൽ ഓരോ രക്ഷിതാക്കളും വിഷമം നമ്മൾ കാണലുണ്ട്. കാരണം മക്കൾ വളർന്ന് വലുതായി അവസാനം ആ രക്ഷിതാക്കളെ തിരിഞ്ഞു നോക്കാതെ ആ രക്ഷിതാക്കളെ ചീത്ത പറഞ്ഞിട്ടും അവർക്കൊരു സഹായം പോലും കൊടുക്കാതെ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിണ്ടാക്കിയ ആ മക്കള് രക്ഷിതാക്കൾ ഇത്രയും സ്നേഹത്തോടെ വളർത്തിയ മക്കൾ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നലുണ്ട്. കാരണം എൻ്റെ തന്നെ ഓരോ സുഹൃത്തുക്കൾ വന്ന് പറയാം, മാനോ ഇജ്ജ് നോക്കണ മാതിരി തന്നെ എൻ്റെ രണ്ട് മക്കളെ ഞാൻ നോക്കിയേ, പക്ഷെ മോൻ്റെ ഒരു വീടിൻ്റെ തറടലിന് തലേന്ന് രാത്രി എന്നോട് വന്ന് പറയാം, നാളെ എൻ്റെ വീടിൻ്റെ തറടലാണ്, അതിനൊന്നാട് വന്നുകൊണ്ടി, മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കരുത്, ഒന്നാടെ വന്നുകൊണ്ട് പോന്നുകൊണ്ടി. അത്രയും സ്നേഹിച്ചു, അത്രയും ജീവിതത്തിൽ പ്രവാസ ലോകത്ത് പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചതൊക്കെ ആ മക്കൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്തു, എല്ലാം കൊടുത്തു. ആ രക്ഷിതാവ് കാര്യമാണ് എന്നോട്. അപ്പോൾ ഒരു മക്കളും അപേക്ഷിക്കാണ്, ദയവ് ചെയ്തിട്ട് നിങ്ങളെ വാപ്പാനും ഉമ്മാനെയും അച്ഛനെയും അമ്മനെയൊക്കെ പൊന്നുപോലെ സ്നേഹിക്കുക. കാരണം അത്രയും നിങ്ങൾ വളർന്ന് വലുതാവും, നിങ്ങളൊരു രക്ഷപ്പെടും. ഞങ്ങളെ വളർന്ന് വലുതാകുമ്പോൾ നിങ്ങൾ ഞങ്ങളെ നോക്കും, ഞങ്ങളെ പോറ്റും, ഞങ്ങളെ സ്നേഹിക്കും, ഞങ്ങളെ സഹായിച്ചതിനുള്ള തിരിച്ച് സഹായങ്ങളിൽ നിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് ഓരോ രക്ഷിതാവിനും. അത് നിങ്ങൾ മക്കൾ തിരിച്ചു കൊടുക്കണം. ഒരിക്കലും രക്ഷിതാക്കളെ കഷ്ടപ്പെടുത്തരുത്, കണ്ണീരൊപ്പിക്കരുത്, ഒരു വാക്കുകൊണ്ട് പോലും ഒരു എതിർക്കരുത്. കാരണം ഞാൻ അനുഭവിച്ച വേദന എനിക്കറിയാം.
ഞാൻ എന്തോ മെൻ്റലാവുന്നുള്ള ഉറപ്പായിരുന്നു. എൻ്റെ കുട്ടി ഇല്ലെങ്കിൽ ഞാനില്ല. കാരണം ഒരിക്കലും ഞാൻ ജീവിക്കൂല. അത്രയും എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. കാരണം എനിക്ക് മക്കൾ അത്ര ഇഷ്ടം, എൻ്റെ ഉപ്പയ്ക്കും ഉമ്മാക്കും അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഏതായാലും എൻ്റെ അന്തുട്ടിക്ക് അൽഹംദുലില്ലാ പടച്ചവനോട് നന്ദി പറയും. ഇതുവരെ വളരെ ആശ്വാസമായി. നിംസിലെ ഡോക്ടർമാർ എല്ലാം ഹാർഡ് വർക്ക് ചെയ്ത്, അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും പടച്ചവനോട് എത്ര നന്ദി പറയാൻ തീരൂല. അപ്പം നമ്മൾ ആർക്കെങ്കിലും നമ്മൾ ചെറിയ സഹായം ചെയ്യുമ്പോൾ നമുക്ക് സഹായം ചെയ്യാൻ ആയിരങ്ങളുണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്തി തന്നാണ് പടച്ചമ്പുരാൻ ഹക്ക് സത്യം. ഇൻഷാ അല്ലാഹ് ഇനി ആരോഗ്യത്തോടെ തിരിച്ചു വരണങ്ങളൊക്കെ ദുആ ചെയ്യണം. എല്ലാ റമദാനും വർഷങ്ങളായിട്ടും കുട്ടിക്കാലം മുതൽ തന്നെ ഞങ്ങളെ മഹലിലും മറ്റുള്ളിടത്തൊക്കെ കിറ്റ് വിതരണം റമദാനിൽ ചെയ്യുമ്പോൾ ഓനാണത് ഓൻ്റെ സ്നേഹിതന്മാരുടെ പാക്കറ്റ് ആക്കലും എത്താത്ത വീടുകളിലൊക്കെ എത്തിച്ചു കൊടുക്കൽ. പഠിച്ചവൻ ഈ റമദാനിലും ഓരോ വീട്ടിൽ എത്തിച്ചു കൊടുക്കാനും ഓനക്ക് ആരോഗ്യം കൊടുത്ത് ഓൻ തിരിച്ചു വരട്ടെ. അതിനുള്ള സാഹചര്യം പഠിച്ച ഒരുക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും ഞാൻ പിന്നെ വല്ലാത്തൊരു അവസ്ഥയിലൊരായി. ആ വയനാട് ചുരൽമല ഉണ്ടക്കൈക്കാർക്ക് ഉണ്ടാക്കിയ വീടിൻ്റെ താക്കോൽദാനം 6-ാം തീയതി ജനുവരി ഒക്കെ തീരുമാനിച്ചായിരുന്നു. ഒന്നും ഒക്കെ ഈ ഒരൊറ്റ വിഷയം വന്നതോടെ ഒന്നും തിരിഞ്ഞു നോക്കാൻ പറ്റിയില്ല. ആ കുടുംബങ്ങൾക്ക് അത് കൊടുത്തുകൊണ്ട് അവരെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള മാർഗ്ഗം ഒരുക്കൂടെ എനിക്ക് കട്ടിലും ബെഡും സാധനങ്ങളൊക്കെ ഓരോരുത്തർ തന്നാണ്. അതുകൊണ്ട് അതിന് കുറച്ച് നീട്ടേണ്ടി വന്നു. പടച്ചോനെ ആ കുടുംബങ്ങൾക്കൊക്കെ ക്ഷമ കൊടുക്കട്ടെ. കാരണം അവരൊക്കെ വാടക വീട്ടിലും അവിടെ ഇവിടെയൊക്കെ കിടന്ന് വിഷമിക്കുകയാണ്. ഏതായാലും എൻ്റെ കുട്ടിക്ക് ആശ്വാസമുണ്ട്. എൻ്റെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ വിഭാഗം ആൾക്കാർക്കും, ആരൊക്കെയാണോ ഞാൻ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, എന്നാലും എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ ഏട്ടനൊക്കെ അലി മൊയ്തീൻ എന്ന് പറഞ്ഞ എൻ്റെ ഏട്ടനും, എൻ്റെ മമ്മൂട്ടി പറഞ്ഞ എൻ്റെ വലിയ ഏട്ടന്, എൻ്റെ അസീസ് പറഞ്ഞ എൻ്റെ നേരെ അനിയന്, എൻ്റെ നൗഷാദ് പറഞ്ഞ എൻ്റെ കുഞ്ഞാന്ന് വിളിച്ചത് എൻ്റെ ചെറിയ അനിയന്, ഇവരന്ന് വേല ഹോസ്പിറ്റലിലാണ്. അവരെ മക്കളും ആ ഹോസ്പിറ്റലിലാണ്. അന്താൻ്റെ ഇരുന്ന് പോലും ആരും പോരുന്നില്ല. ഓനെ അസുഖം ഷിഫായിട്ടേ ഞങ്ങൾ പോരുന്നുള്ളൂ. ഞാൻ ഇന്നലെയും ഓരോട് ഇന്നും ഞാൻ അവനോട് പറഞ്ഞു, നിങ്ങൾ ഗൾഫ് പോയിക്കോളും, ഞങ്ങൾ ഇവിടെ ഇല്ലേ ഇഞ്ചി സബൂറാക്കി ഓനോട് അസുഖമൊക്കെ മാറി കുടിക്ക് പോരട്ടെ, എന്നിട്ട് ഞങ്ങൾ പോവാം. നിങ്ങൾ നോക്കുകയാണെ നമ്മളെ കുടുംബത്തിൻ്റെ ഒരുമയാണ് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം. നമ്മളെ കൂട്ടത്തിൽ ഒരാൾ കുറവ്, ഒരാൾ വലിയ പൈസക്കാരെന്നൊക്കെ വരുമ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ആവശ്യം വരുമ്പോൾ നമ്മളൊന്നാണെന്ന്, നമ്മളെ കൂട്ടത്തിൽ ഒരാളും കുറവ് പാടില്ല. എല്ലാവരും പരസ്പരം മുതലോ സ്വത്തിൻ്റെ പേരിലോ ഒന്നും ആണ്ടും കൊണ്ട് വൈരാഗ്യം വെക്കാതെ നാളെ നമ്മളുണ്ടോയെന്ന് ഒരു ഉറപ്പില്ലാത്ത ജീവിതം. നമുക്ക് ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. പിന്നെ എന്തിനാ ഈ ശത്രുത, എന്തിനാ ഈ മുതലിൻ്റെ ആർത്തിയൊക്കെ? ആർക്കും നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? നഷ്ടമില്ലാത്ത ദുനിയാവിലെ ഏറ്റവും വലിയ ലാഭം കിട്ടുന്ന ബിസിനസ്സാണ് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സ് കിട്ടുകയാണെങ്കിൽ, ആ സഹായിക്കാൻ കഴിയുമെങ്കിൽ നഷ്ടമില്ലാത്തൊരു കച്ചവടം. കാരണം അപകടം സ്വന്തമല്ല, നമുക്ക് മനസ്സമാനത്തോടെ കിടന്നുറങ്ങാം. ഓരോ കാര്യങ്ങളിലും പടച്ചവൻ്റെ കാര്യമുണ്ടെങ്കിൽ നമ്മളൊപ്പം ഉണ്ടാവും. ദൈവത്തിന് ജാതിയൊന്നുമില്ല, നമുക്കാണ് ജാതി. ദൈവം നല്ലത് ചെയ്യണവൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എൻ്റെ കുട്ടിക്ക് പെട്ടെന്ന് അസുഖമൊക്കെ ഷിഫായി വീട്ടിലേക്ക് എത്തട്ടെ. ഓന് ഇനി ഒരുപാട് നമ്മളൊക്കെ തിരിച്ചു പോയാലും ഈ നാട്ടിലെ പാവങ്ങളെ ജാതി മതം രാഷ്ട്രീയം നോക്കാതെ പാവങ്ങളെ സഹായിക്കാൻ അവർ വളരണം, അവർ ജീവിക്കണം. എന്നാലേ ഒരുപാട് പാവങ്ങൾക്ക് അവർക്ക് സഹായം കിട്ടുള്ളൂ. ആ പ്രാർത്ഥനയായിട്ട് നമ്മളൊക്കെ പരലോക ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമ്മളെ മക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് ആസ്വദിക്കാൻ കഴിയും. എൻ്റെ പെമ്മ അങ്ങനെ കുറേ ആൾക്കാർ, ഇപ്പം കുറ്റൂർ അബ്ദുറഹ്മാനാജിനൊന്നും മറക്കാൻ വയ്യ. എന്തെല്ലാം സഹായങ്ങളായിട്ടാണ് എൻ്റെ കുട്ടി ആസ്പത്രി കിടന്നപ്പോൾ എന്തെല്ലാം മോനോ ഒപ്പം നിറഞ്ഞ. അതേമാതിരി അഡ്വക്കേറ്റ് ശ്രീപ്രകാശ് ഏട്ടൻ, ഉണ്ണിയേട്ടൻ, പിന്നെ പെരിന്തൽമണ്ണ അദ്ദേഹത്തിൻ്റെ മകനെ പറഞ്ഞാൽ 2 ക്ഷേത്രത്തിൽ പോയിക്കാണ്ട് എന്തൊക്കെയോ വഴിപാടുകൾ കാര്യങ്ങളും അദ്ദേഹം ചെയ്യിക്കണ്. അങ്ങനെ ഓരോ വ്യക്തിത്വങ്ങളും, ഞാൻ പേര് കുറേ മറന്നു, അലിക്ക മാറഞ്ചേരി, പടച്ചവനെ അദ്ദേഹം ഭാര്യം വന്നിട്ട് കരഞ്ഞുകൊണ്ട് ഓരോ സങ്കടങ്ങളും പറഞ്ഞ് ഒപ്പം നിൽക്കണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഏതായാലും നിങ്ങളെ ദുആ പടച്ചവൻ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ദുആ. എൻ്റെ അന്തുട്ടി അൽഹംദുലില്ലാ ആരോഗ്യത്തോടെ റാഹത്തായിട്ടുണ്ട്. ഇന്ന് കൈയിൻ്റെ വിരലൊക്കെ പൊട്ടിച്ചു, പിന്നെ കൈയൊക്കെ പൊന്തിക്കാൻ പറയുമ്പോൾ പൊന്തിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ റാഹത്തായൊരു ഇന്ന് ഞാൻ രാവിലെ ഉച്ചക്ക് അവിടെ എത്തിയപ്പോഴാണ് സമാധാനമായത്. മറ്റേ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഉറക്ക് സ്വന്തമല്ല, ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ ആരെങ്കിലും സഹായം നമ്മൾ ആർക്കെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് സഹായിക്കാൻ ആയിരങ്ങൾ ഉണ്ടാവുമെന്ന് പരിപൂർണ്ണ ബോധ്യം. എല്ലാം കൊണ്ടും ഇട്ടാ, പ്രാർത്ഥന കൊണ്ടും മറ്റുള്ളതുകൊണ്ടും എല്ലാം. എത്ര ഡോക്ടർമാരാണ്, എത്ര ആളുകളാണ്, എത്ര ഉസ്താദുമാരാണ്, എത്ര പള്ളിലച്ചന്മാരാണ്, എത്ര സ്വാമിമാരാണ്, എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യസ്നേഹികളും
ഒറ്റക്കെട്ടായിട്ട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നത് ഞാൻ നേരിട്ട് ഞാൻ ഫോണെടുക്കേണ്ടതില്ല, വാട്സപ്പിൽ വിളിച്ചിട്ടും മറ്റുള്ള സ്ഥലത്ത് നിന്നിട്ടും. ഇപ്പം നമ്മളെ ബഹുമാനപ്പെട്ട AP ഉസ്താദൊക്കെ അദ്ദേഹത്തിൻ്റെ മർക്കസിൽ വെച്ചിട്ട് ചെയ്യണ്, നമ്മളെ കലിത്തങ്ങൾ അവിടെ ചെയ്യണ്, റഷീദ് അലി തങ്ങളും മുനവർ തങ്ങളും നേരിട്ട് ഹോസ്പിറ്റലിൽ വന്ന് കണ്ട് പ്രാർത്ഥിക്കണം. പല ഒരാളായിട്ടില്ല. എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട നമ്മളെ ഫൈസൽ തങ്ങളാവട്ടെ എല്ലാ വിഭാഗം ആൾക്കാരും പക്ഷെ അള്ളാഹ് വിളിച്ചവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒരു വാക്കുകൊണ്ട് ആശ്വസിപ്പിച്ചവർക്കും. അതേമാതിരി നമ്മളെ ജാംജൂമിലെ അൽഫ ഹൈപ്പർ മാർക്കറ്റിലെ വാപ്പുക്ക, നമ്മളെ എട്രിക്കോടുള്ള റൈഫ സൂപ്പർ മാർക്കറ്റിലെ ബ്രയാങ്ക, ജാംജൂമിലെ കാക്കാര്, ഇവരൊക്കെ ദിവസം അവിടെ ഹോസ്പിറ്റലിൽ വന്ന് സ്വന്തം പോരാ, ദിവസം വോയിച്ചിട്ടുകൊണ്ട് മോനോ എന്തായി, മോനോ എന്താ ആശ്വാസമായിട്ടാ, ഒരു ടെൻഷൻ വേണ്ട എൻ്റെ കുട്ടിക്കിട്ടാ, പടച്ചോ നമ്മളെ പടച്ചോൻ കാക്കൂട്ട എന്നുള്ള വാക്ക് ഇങ്ങനെ എത്തുന്നതുകൊണ്ട് ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവരും ഓരോ വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനയും പറഞ്ഞുകൊണ്ട് അത് സത്യം ടെൻഷനേ വേണ്ട, നിങ്ങളെ പടച്ചോൻ കാക്കൂലേ ഈ ചോദ്യമാണ്. അത് കാക്കുണ്ട്, റബ്ബ് കാക്കുണ്ട്. ദൈവം എല്ലാവർക്കും ഒന്നിനെ മനുഷ്യർക്ക് ആ ദൈവത്തിന്റെ കാവലുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളിത് ദാനധർമ്മം ആരും കുഴക്കൂല. പിന്നെ മരണം നമുക്ക് എന്നാലും ഒരു ഉണ്ട്. പടച്ചോൻ പരീക്ഷണം കാണിച്ചു തരും. ഈ പരീക്ഷണത്തിൽ നമ്മൾ തളരണ്ട എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യന്മാരല്ലേ, നമുക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലെത്തും. പക്ഷെ ഇത് ഒരു ഖൈറിന് വേണ്ടിയിട്ട് നമുക്കൊരു വിഷമം വരുമ്പോൾ ഉണ്ടാവും എന്ന് കാണിച്ചു തരാൻ എനിക്ക് മനസ്സിലായത്. അതായത് അത്രയും മനുഷ്യര് ജീവിതത്തിൽ നമ്മൾ കാണാത്ത എവിടേക്കോ ഉള്ള മനുഷ്യര്, കുഞ്ഞു കുട്ടികൾ വരെ, ആയിഷുമാർ കൊല്ലത്തുള്ള ആ പൊന്നുമോള് അത് വോയിസിട്ട് കണ്ടു, മാനുക്ക ഞാൻ മനസ്സുരുക്കി പടച്ചവനോട് പ്രാർത്ഥിച്ചിട്ടാ, നമ്മുടെ അന്തുട്ടിക്ക് ഒന്നും പറ്റില്ലട്ടാ, അന്താനും ഒന്നും പറ്റില്ലട്ടാ. ഞാനും ആ മോളൊന്നും വരെ പരിചയപ്പെട്ടിട്ട് പോലില്ല. പക്ഷെ ആരോ അവിടെ പറഞ്ഞിട്ടിട്ട് ആ 5 വയസ്സ് 6 വയസ്സുകാരി ഐശു പറഞ്ഞ കുട്ടി വിളിച്ചുകാണ്ട് എന്തൊക്കെയോ പുണ്യപ്പെട്ട വാക്കാണ്. അവരൊക്കെ പ്രാർത്ഥനയല്ലേ പടച്ചവൻ സ്വീകരിക്കുക. ഇൻഷാ അല്ലാഹ് ഏതായാലും ആശ്വാസമായിട്ടുണ്ട്. പടച്ചവനെ എൻ്റെ കുട്ടിക്ക് ആരോഗ്യം ആയുസ്സും കൊടുത്ത് ഒരുപാട് പാവങ്ങളെ നല്ല മനുഷ്യസ്നേഹിയായി നാടിന് ഉപകാരപ്പെടുന്ന, ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് നല്ല മനസ്സിൻ്റെ ഉടമസ്ഥനായ ഒരു മനുഷ്യനായിട്ട് എൻ്റെ കുട്ടിമാർട്ട്, എൻ്റെ കുട്ടികളൊക്കെ, എൻ്റെ ഏട്ടന്മാർ, എൻ്റെ പെങ്ങന്മാർ, എൻ്റെ അനിയന്മാർ, എൻ്റെ കൂടപ്പറപ്പുകൾ, എല്ലാ മക്കളും അങ്ങനത്തെ മക്കളാണ്. എല്ലാ കുട്ടികളും പാവങ്ങളെ സഹായിക്കുന്ന കുട്ടികളാണ്. എൻ്റെ അമ്മ പഠിപ്പിച്ചു കൊടുത്ത അവർക്കൊക്കെ ആയുസ്സും ആരോഗ്യവും സമ്പത്തും കൊടുക്കട്ടെ. അവരൊക്കെ നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന നല്ലൊരു മനസ്സിൻ്റെ ഉടമസ്ഥരായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ നാസർ മാനു.